നേരത്തെ നമ്മൾ വായിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വീണ്ടും. മലപ്പുറം തിരുവാലിയിൽ വവ്വാലുകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ നിപ്പ ബാധിച്ച് ഒരാൾ മരിച്ചിരുന്നു എന്ന സാഹചര്യത്തിലാണ് വലിയ ജാഗ്രത അവിടെ പുറപ്പെടുവിക്കുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പി രാമൻകുട്ടി നമ്മളോട് സംസാരിച്ച പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അരുൺ അമർനാഥാണ് വിവരങ്ങൾ അയച്ചിരുന്നത്. അരുൺ, ഒരു ഗൗരവത്തോടു കൂടി തന്നെ സാഹചര്യത്തെ കാണുകയാണ് അവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇത് വ്യക്തവുമാണ്. എപ്പോഴേക്കും റിസൾട്ട് അറിയാൻ കഴിയും? രതീഷ്, അതായത് ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ വവ്വാലുകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. 15ഓളം വവ്വാലുകളാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞു വവ്വാലുകളാണ്. അപ്പോൾ തന്നെ വനം വകുപ്പ് വിവരം അറിയുകയും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഈ അമിതമായ ചൂട് കാരണമാകാമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എങ്കിലും സംശയത്തിന്റെ പേരിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ സാമ്പിളുകൾ എന്തായാലും പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. സ്ഥലത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾ മുമ്പ് തിരുവാലിയിലായിരുന്നു നിപ്പ ബാധിച്ച ഒരു യുവാവ് മരിച്ചത്. അതിന്റെയൊക്കെ ഒരു ആശങ്കയും പശ്ചാത്തലവും അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ നിലവിലെ സാഹചര്യം അതുമായി ബന്ധപ്പെട്ടതല്ല. എങ്കിലും ഒരു വ്യക്തത വരണം. അതിനുവേണ്ടിയാണ് സാമ്പിളുകൾ എന്തായാലും പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മുൻകരുതൽ നടപടികൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ മുൻകരുതൽ നടപടികൾ കൂടി അനിവാര്യമായി വരില്ലേ? നിലവിൽ ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് എന്തെങ്കിലും തരത്തിൽ ഈ വൈറസിന്റെ ഉൾപ്പെടെയുള്ള ഒരു സാന്നിധ്യമാണോ എന്നുൾപ്പെടെയുള്ള സംശയം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലൊരു ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. എന്തായാലും ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. അതിന് ശേഷമായിരിക്കും ബാക്കിയെല്ലാം നടപടികൾ. എന്തായാലും പ്രാഥമിക വിലയിരുത്തൽ അമിതമായ ചൂട് കാരണമാണെന്നാണ് വനംവകുപ്പിന്റെയും ഒക്കെ വിലയിരുത്തലായി ഇപ്പോൾ നിലവിൽ ഈ ഘട്ടത്തിൽ വരുന്നത്. രതീഷ്.